ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സുഖമില്ലാത്തതിനാലായിരുന്നു. ഈ ക്ലൈമറ്റിൽ എല്ലാവരും പനിയും ചുമയും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. ഞാൻ ഇന്ന് എന്തായാലും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആറ്റോ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ഇന്ന് നമ്മൾ ആറ്റോ വ്ളോഗ്സിൽ നല്ലൊരു പൂച്ചെടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്താ, ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യാവോ മനസ്സിലായവർ ഇത് ഏത് ചെടിയാണെന്ന്? ഇതാണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ്. സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ് എന്നും യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നത്. എന്താ ഇതിനെ ഇങ്ങനെ അറിയപ്പെടുന്നതെന്ന് അറിയാമോ? 3 ദിവസം ഒരു പൂ തന്നെ, പൂ 3 ദിവസത്തോളം നിൽക്കും. 3 കളറിൽ ഈ പൂവിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. 3 കളറ്. അതായത് ഫസ്റ്റ് ഡേ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഡാർക്ക് വയലറ്റ്. സെക്കൻഡ് ഡേ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ലൈറ്റ് വയലറ്റ് ആയിരിക്കും. തേർഡ് ഡേ വരുമ്പോഴത്തേക്ക് അത് വൈറ്റ് കളറിലാവും. കണ്ടോ, ഇങ്ങനെയാവും. അപ്പൊ 3 ദിവസം 3 കളറിൽ പൂ പിടിക്കുന്ന ചെടിയാണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്. നമുക്ക് അധികം പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അതിന്റെ ഇലയെന്ന് പറയുന്നത് നമ്മുടെ മുല്ലയുടെ ഇലയോട് സാമ്യമുള്ള ഒരു സൈസ് ഇലയാണ്. കണ്ടോ, എന്ത് രസമാണ് ഇത്! നല്ല ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. നമുക്ക് നല്ല രസമുണ്ടല്ലേ പൂ കാണാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഈ പൂച്ചെടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ പരിചരണത്തിലോട്ട് കടക്കാം. പരിചരണം അധികം ആവശ്യമില്ലാത്തൊരു ചെടി തന്നെയാണ് ഇത്. ഇതിന്റെ നമുക്ക് വളമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് NPK 19-19-19 ഡൈല്യൂട്ട് ചെയ്ത് അടിക്കാവുന്നതാണ്. പിന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ വേണ്ട ഒരു ചെടി തന്നെയാണ്. അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റ്, മുല്ല പോലെ തന്നെ, മുല്ലയ്ക്കൊക്കെ നല്ല സൂര്യപ്രകാശം വേണ്ടേ, അതുപോലെ തന്നെ മുല്ല പോലെ തന്നെ നല്ല സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണിത്. പിന്നെ വെള്ളം അധികം കെട്ടിക്കിടക്കണ്ട, അതായത് നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഇതിനാവശ്യം. അതായത് നമ്മുടെ മണലും കൂടെ കലർന്ന ഒരു പോട്ടിംഗ് മിക്സിൽ വേണം നമ്മളിത് നടാനായിട്ട്. വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ഇത് ചെടി അഴുകാനായിട്ടും പൂക്കൾ അധികം തരാതെ. പിന്നെ പൂ കഴിയുമ്പോഴത്തേക്ക് ചെടികൾ നമ്മൾ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ഇലകളൊക്കെ, പുതിയ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി തളർത്ത് അതിൽ നിന്നും പൂ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ പരിചരണം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നല്ല ഒരു ബുഷിയായിട്ട്, നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നിർത്താം. നല്ലൊരു ബോൾ പോലെയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയാൽ അതിലിങ്ങനെ 3 കളറിലുള്ള പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമുക്ക് ആറ്റൂർ ഗാർഡൻസിൽ ഈ പ്ലാന്റിന്റെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റിന്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും വരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട്, അടുത്തൊരു പൂച്ചെടിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.